ഫിഫ വേൾഡ് കപ്പ് 2026 മറ്റൊരു നിർണായകമായ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അത്രയും ശക്തമായ ടീമുകളായിരുന്നു മത്സരിച്ചത്. അതിന്റെ സ്കോറുകളും അതിന്റെ അപ്ഡേറ്റ്സും ആണ് ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ടീംസ്? ഇന്നലത്തെ ടീംസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും മാച്ചസ് ആയിരുന്നു നടന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ചെക്കിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക 1-1 എന്നുള്ള ഒരു സ്കോറിലേക്കാണ് ആ ഒരു മാച്ച് പോയത്. പിന്നെ വന്നത് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ. അതും ഒരു ഗംഭീര വെജുമായിരുന്നു സ്വിറ്റ്സർലാൻഡ് ഉണ്ടായിരുന്നത്. 4-1 എന്നുള്ള സ്കോർ ആയിരുന്നു സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിലുള്ള മാച്ചിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നടന്നത് കാനഡ വേഴ്സസ് ഖത്തർ മാച്ചാണ്. അതിൽ കാനഡയ്ക്ക് ഒരു അട്ടിമറി വിജയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 6-0 എന്ന് പറയുന്ന ഒരു സ്കോറാണ് വന്നത്. പിന്നെ വന്നത് മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. അതിൽ മെക്സിക്കോ ജയിച്ച് 1-0 എന്നുള്ളൊരു സ്കോറിലേക്കാണ് ആ ഒരു മാച്ച് ഉണ്ടത്. എന്തായാലും മെക്സിക്കോ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുകയും ഖത്തർ എന്നേക്കുമായി വേൾഡ് കപ്പിൽ നിന്ന് വിട പറയുന്ന ഒരു രംഗം കൂടിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പൊ എന്ത് തന്നെയായാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് ഒരുപാട് നല്ല വിജയങ്ങൾ കിട്ടിയ ഒരു മാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പൊ നേരെ നമുക്ക് അപ്ഡേറ്റിലേക്ക് പോവാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് മത്സരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെക്കിയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു ഫസ്റ്റ് മത്സരം തുടങ്ങി 6ാമത്തെ മിനിറ്റിലായിരുന്നു ഫസ്റ്റ് ഗോൾ വരുന്നത്. ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് നമ്മുടെ സ്വന്തം ചെക്കിയാണ്. ചെക്കിയുടെ താരം മൈക്കൽ സാദിലക്കാണ് ഫസ്റ്റ് ഗോൾ ചെക്കിയയ്ക്ക് വേണ്ടി അടിക്കുന്നത്. അതും വെറും 6ാം മിനിറ്റിലാണ് ആ ഗോൾ വരുന്നതെന്നും കൂടി ഓർക്കണം. പിന്നെ വന്നിട്ട് സെക്കൻഡ് ഹാഫിലാണ് പെനാൽറ്റി ഗോൾ കിട്ടുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട്. തെബഹോ മൊഖേനയാണ് ഗോൾ അടിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ സമനില വരുന്നത്. അതും 81ാമത്തെ മിനിറ്റിലാണ്. എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു. സമനില പിടിച്ചിരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ചെക്കിയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും എന്ന് പറയാൻ കാരണം ചെക്കിയ അത്രയും അടിപൊളി ഒരു ടീമായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ആദ്യ മത്സരം ചെക്കിയയിൽ കണ്ടത്. അപ്പോൾ അതിന്റെ മികച്ചൊരു മുന്നേറ്റം തന്നെ സമനില പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മത്സരത്തിലും അല്ലേ? രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പോരാടി തന്നെ പറയേണ്ടി വരും. അതിൽ ആദ്യ മത്സരത്തില് ചെക്കിയ നമ്മുടെ സൗത്ത് ആഫ്രിക്ക ആയിട്ടാണ് ഒരു തോൽവി കിട്ടുന്നത്. പക്ഷെ അവർ ഈ ഒരു ഇതില് സമനില പിടിച്ച് അവരുടെ ഒരു എന്താ പറയാ ഒരു മാർക്ക് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തല്ല, സമനില പിടിച്ച് ഒരു സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തവണത്തെ മത്സരത്തിൽ ചെക്കി കുറച്ചും കൂടി ശക്തമായ പോലെ നമുക്ക് തോന്നി. കാരണം ദക്ഷിണാഫ്രിക്ക കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ചെക്കിന്റെ പ്രതിരോധങ്ങൾ വളരെ ശക്തമായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും. അത് ചെക്കിയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അവർ വേൾഡ് കപ്പിൽ അവരുടെ സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എന്താകുമെന്ന് അല്ലേ? എനിക്ക് തോന്നുന്നു അത് ആ ഫസ്റ്റ് ഒരു തോൽവിയിൽ നിന്ന് ഇനിയിപ്പോൾ അവർക്ക് ജയിച്ചാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ ഒരു സമനില കിട്ടിയാൽ മാത്രമേ ഇനി നെക്സ്റ്റ് മാച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചെക്കി ആ ഒരു വിജയം എന്തായാലും കരസ്ഥമാക്കിയിട്ടില്ല. എന്തായാലും നല്ല കാര്യം ചെക്കിക്ക്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ ഒരു കളിയിൽ 2 മഞ്ഞക്കാർഡും അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിന് 1 മഞ്ഞക്കാർഡും ലഭിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 2 ടീമുകൾക്കും കൂടി 13 ഫ്രീ കിക്കുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക് 12 ഷോട്ടുകൾ വിട്ടപ്പോൾ ദക്ഷിണാഫ്രിക്ക 17 ഷോട്ടുകളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരം സമനിലയിൽ പോയെങ്കിലും മികച്ചൊരു മത്സരമായിരുന്നു എന്ന് എടുത്തെടുത്ത് പറയുന്നത്. അതെ, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഷോട്ടുകളായാലും അല്ലെങ്കിൽ ഫ്രീ കിക്കുകളായാലും കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായത് ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. അതിനൊപ്പം ഫൗളുകളും ഉണ്ടായിരുന്നു കേട്ടോ. ദക്ഷിണാഫ്രിക്ക 9 ഫൗളും ചെക്ക് റിപ്പബ്ലിക് 11 ഫൗളാണ് ഈ ഒരൊറ്റ മത്സരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത മത്സരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ മത്സരമായിരുന്നു. അത് 4-1 എന്നുള്ള സ്കോറിലേക്കാണ് സ്വിറ്റ്സർലാൻഡ് ജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഓപ്പണിംഗ് മാച്ചിൽ സ്വിറ്റ്സർലാൻഡ് നേരിട്ടത് ഖത്തർ ടീമിനെയായിരുന്നു. അതൊരു സമനില 1-1 എന്നുള്ള സ്കോറിലേക്കാണ് മാറിയത്. ഈ വട്ടം അത് 4-1 എന്നുള്ള സ്കോർ നല്ലൊരു സ്കോറിലേക്ക് മാറി. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഗ്രൂപ്പ് ബിയിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ടീം തന്നെയാണ്. അപ്പൊ സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ബോസ്നിയ മത്സരം എന്തുകൊണ്ടൊരു നല്ലൊരു കോമ്പറ്റീഷൻ നടന്ന മാച്ചായിരുന്നു. കാരണം അവർക്ക് ഒരു ആവശ്യമുള്ള ഒരു മാച്ച് ആയിരുന്നു. സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ച് അവർക്കൊരു ടോപ്പിലേക്ക് എത്താനായാലും നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനായാലും സ്വിറ്റ്സർലാൻഡ് എന്തുകൊണ്ടും ആവശ്യമുള്ള ഒരു മാച്ച് ആയിരുന്നു. അത് അവർ നല്ല രീതിയിൽ കൈവരിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. സ്വിറ്റ്സർലൻഡിനെ പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിന്റെ ഫസ്റ്റ് മാച്ചും ഈ മാച്ചും കൂടി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിന്റെ ഒരു ആധിപത്യ ഒരു ഡൊമിനേഷൻ തന്നെയായിരുന്നു ഈ മത്സരത്തിൽ കണ്ടത്. 4-1 അവർ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ എന്ന് പറയാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ജൊഹാൻ മൻസംബിയുടെ അതായത് സ്വിറ്റ്സർലൻഡിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയ ജൊഹാൻ മൻസംബിയുടെ 2 ഇരട്ട ഗോളിലാണ് സ്വിറ്റ്സർലൻഡിന്റെ ഫസ്റ്റ് വിജയം അവർ ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ സമനില പിടിച്ചെങ്കിലും അവർക്ക് ജയിക്കണമെന്നുള്ള ഒരു പോരാട്ട വീര്യം കണ്ട ഒരു ഫുൾ ഡൊമിനേഷൻ കളി കൂടിയായിരുന്നു സ്വിറ്റ്സർലൻഡിന്റെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഗോൾ വരുന്നത് ഫസ്റ്റ് ഹാഫിൽ ഗോളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ 74ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ വരുന്നത്. പിന്നെ 84ാം മിനിറ്റിൽ റൂബൻ ബർഗാസ് സെക്കൻഡ് ഗോൾ അടിച്ചു. പിന്നെ വരുന്നത് 90ാമത്തെ മിനിറ്റിലാണ് ടീമിന് വേണ്ടി 2ാം ഗോളും മികച്ചൊരു ഫിനിഷും
ജൊഹാൻ മൻസംബി പൂർത്തിയാക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ ടൈമിൽ ലഭിച്ച ഒരു പെനാൽറ്റിയിലൂടെയാണ് നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായ ഗ്രാനിറ്റ് ഷാക്കയും ഒരു ഗോൾ അടിച്ച്. അങ്ങനെ 4 ഗോൾ തികയ്ക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിന്റെ ഫുൾ ഒരു ഡൊമിനേഷൻ മത്സരം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മത്സരത്തിലേക്ക് കടക്കാം. കാനഡ വേഴ്സസ് ഖത്തറിന്റെ മാച്ചാണ് നെക്സ്റ്റ് നടന്നത്. അതിൽ കാനഡ ജയിക്കുന്ന ഒരു സാഹചര്യം, ഖത്തർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാനഡയ്ക്ക് 6 എന്നുള്ളൊരു സ്കോറിലേക്ക് വരികയാണ്. അതും ഗംഭീര വിജയം എന്നാണ്. 6-0 എന്ന് പറയുമ്പോൾ കാനഡ നല്ലൊരു പൊസിഷൻ തന്നെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാനഡനെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിലെ കാനഡയുടെ ആദ്യത്തെ വിജയമായിരുന്നു തോന്നുന്നല്ലേ, അതും കൂടിയായിരുന്നു ഇന്നലെ. ജൊനാഥൻ ഡേവിഡ്സിന്റെ ഹാട്രിക് മികവിലാണ് കാനഡയുടെ വിജയം അവർ ഉറപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കളിയിൽ. മാത്രമല്ല മെസ്സിക്ക് ശേഷം ഇത്തവണത്തെ ലോകകപ്പിൽ ഹാട്രിക് അടിക്കുന്ന ഒരു താരം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജൊനാഥൻ ഡേവിഡ്. അതുകൊണ്ട് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാച്ച് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പിന്നെ കാനഡയ്ക്ക് വേണ്ടി അടുത്തൊരു 3 ഗോള് വരുന്നത് ഇവരുടെ 2 പ്ലേയേഴ്സ് ആയിട്ടുള്ള കൈലി ലാറിന്റെയും നാത്തൻ സാലിബയുടെയാണ്. ഈ 3ാമത്തെ ഗോള് അല്ലെങ്കിൽ 4ാമത്തെ ഗോള് പറയുന്നത് ഒരു സെൽഫ് ഗോൾ ആയിരുന്നു. കാനഡയ്ക്ക് ഖത്തർ നേടിക്കൊടുക്കുന്ന ഒരു ഗോളായിരുന്നു. അതെ, നമ്മുടെ ഖത്തറിന്റെ മുഹമ്മദ് മനായി എന്ന് പറയുന്ന പ്ലെയറുടെ ഒരു സെൽഫ് ഗോളാണ്. അതാണ് പിന്നെ കാനഡയ്ക്ക് ഒരു ഗോളും കൂടി ആക്കുന്നത്. അങ്ങനെ മൊത്തം 6 ഗോളാണ് കാനഡ. ഇതിലില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡ ആ ഒരു മത്സരത്തിൽ വിന്നറായിട്ടുള്ളത്. ഈ സെൽഫ് ഗോൾ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നിക്കുന്ന നിമിഷമായിരിക്കും അല്ലെ. അതും വേൾഡ് കപ്പിൽ സെൽഫ് ഗോൾ അടിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒട്ടും എന്താ ഇവരിങ്ങനെ കാണിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം ആരാധകർ ചോദിച്ചു പോകുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നോക്കാം വരും കളികളിൽ എങ്ങനെയായിരിക്കുന്നു. പിന്നെ അടുത്ത കളി വരുന്നത് മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ ആണ്. 1-0 മെക്സിക്കോയുടെ ആധിപത്യമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു കളികൾ? അപ്പൊ മെക്സിക്കോയുടെ കൊറിയയുടെയും കളി എന്ന് പറയുകയാണെങ്കിൽ അവർ 1-0 എന്നുള്ള സ്കോറിലേക്ക് മാറി. ഇനി എടുത്തു പറയേണ്ടത് മെക്സിക്കോ ആണ് ആദ്യത്തെ ടീം. നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്ന ഫസ്റ്റ് ടീമാണ് മെക്സിക്കോ. അതില് 50ാമത്തെ മിനിറ്റിലാണ് ലൂയിസ് റോമോ എന്ന് പറയുന്ന ഒരു പ്ലെയർ, മെക്സിക്കോയുടെ കഴിഞ്ഞ ഗെയിമിലും അല്ലെങ്കിൽ ഓപ്പണിംഗ് മാച്ചിലും ലൂയിസ് റോമോ തന്നെയായിരുന്നു ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 50ാമത്തെ മിനിറ്റില് മെക്സിക്കോയ്ക്ക് വീണ്ടും ഒരു ഗോൾ ലൂയിസ് റോമോയുടെ വക ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഒരു ലീഡ് സാധിക്കുകയും ഇപ്പോ കറന്റ്ലി നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്ന ഫസ്റ്റ് ടീം അല്ലെങ്കിൽ ടോപ്പ് ടീമാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. അതും ഒരു നല്ല വിജയം തന്നെയാണ്. സൗത്ത് കൊറിയക്ക് അവരുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞതിൽ സൗത്ത് കൊറിയ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നുവെങ്കിലും ഈ ഒരു മാച്ചിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നെക്സ്റ്റ് മാച്ചിൽ എന്തായിരിക്കും അവരുടെ ഒരു വിന്നിങ് ആവോ അല്ലെങ്കിൽ ഇനിയിപ്പം ഉണ്ടാവോ എന്നുള്ളത് നെക്സ്റ്റിലാണ് കണ്ടത്. സൗത്ത് കൊറിയയെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് കൊറിയയുടെ കീപ്പർ കിം സ്യൂൻ ചു വളരെ മികച്ച രീതിയിൽ തന്നെ പോരാടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എത്തിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ മത്സരിച്ചപ്പോൾ സൗത്ത് കൊറിയയ്ക്ക് വിജയം ഉണ്ടായത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വിജയം ആവർത്തിക്കുമെന്ന് വിചാരിച്ച് കളിക്കളത്തിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷേ വിജയ സാധ്യത ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതും സൗത്ത് കൊറിയയെ സംബന്ധിച്ച് വളരെ നിരാശകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ലൂയിസ് റോമോ ഒരു ഗോൾ അടിക്കുമ്പോൾ അതൊരു ഓപ്പൺ നെറ്റ് ആയിരുന്നു. കാരണം അവിടെ ഗോളിയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നില്ല. അവര് നല്ല രീതിയിൽ ഡിഫെൻഡിങ്ങും ഇതൊക്കെ ചെയ്തിരുന്നെങ്കിലും ലൂയിസ് റോമോ അടിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവർക്കൊരു ഗോൾ നേടിക്കൊടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഓപ്പൺ നെറ്റ് കിട്ടിയില്ല എങ്കിൽ മേ ബി മെക്സിക്കോ അടിക്കാനുള്ള ചാൻസ് കുറവായിരുന്നേനെ. ആ ഒരു ഓപ്പൺ നെറ്റ് കിട്ടി അങ്ങനെ മെക്സിക്കോ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ എന്തുകൊണ്ടും ഇന്നലത്തെ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ടീമുകൾക്ക് സന്തോഷവും പിന്നെ കുറച്ച് ടീമുകൾക്ക് നിരാശയും കൊടുത്ത ഒരു ഡേ ആയിരുന്നു ഇന്നലെ. എന്തൊക്കെ പറഞ്ഞാലും വേൾഡ് കപ്പ് ആണ്, ഒരു വിജയം എന്തായാലും വേണം. ഇനി നമുക്ക് അടുത്ത മാച്ചസിലേക്ക് പോവാണെങ്കിൽ നാളെ എന്തുകൊണ്ടും ഒരുപാട് ആരാധകർക്ക് നോക്കി കണ്ടിരിക്കാവുന്ന ഒരു മാച്ച് ഉള്ള ദിവസമാണ് നാളെ. അപ്പൊ നാളത്തെ മാച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് USA വേഴ്സസ് ഓസ്ട്രേലിയ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 12:30 നടക്കുന്നത്, രാവിലെ 12:30. അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് വേഴ്സസ് മൊറോക്കോ 3:30. പിന്നെ വരുന്നത് ഗ്രൂപ്പ് സി മാച്ചസിലെ ബ്രസീൽ വേഴ്സസ് ഹൈറ്റി മാച്ചാണ്. 6 മണിക്കാണ് ബ്രസീൽ വേഴ്സസ് ഹൈറ്റി മാച്ച് നടക്കുന്നത്. ബ്രസീലിനെ സംബന്ധിച്ച് നെയ്മർ ഇറങ്ങും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നാളെ ഉണ്ട്. അപ്പം അതെന്തായിരിക്കും നാളെ തന്നെ കാണണം. അതുപോലെ തന്നെ ബ്രസീലിന് വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. സമനില പിടിച്ചിട്ട് ഇനി അടുത്തത് എന്താകുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ടർക്കി വേഴ്സസ് പരാഗ്വേ, അത് 8:30 നാളത്തെ 8:30 ടർക്കി വേഴ്സസ് പരാഗ്വേ തമ്മിലുള്ള ഏറ്റുമുട്ടുന്നത്. പിന്നെ വരുന്നത് നെതർലാൻഡ് വേഴ്സസ് സ്വീഡൻ 10:30 രാത്രി 10:30 നെതർലാൻഡ് വേഴ്സസ് സ്വീഡൻ തമ്മിലുള്ള മാച്ച്. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ മാച്ചസ്. എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരിക്കട്ടെ, പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസിന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ FIFA വേൾഡ് കപ്പിലെ മറ്റൊരു ദിവസത്തെ കളികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരയ്ക്കും ബൈ.